ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡൊമിനോർ നമ്മൾ ചെറിയ രീതിക്ക് ഒരു കസ്റ്റം ചെയ്യാനായിട്ട് പോകാനായിട്ട്, അതായത് ഒരു ചെറിയൊരു എക്സസൈസ് കയറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോ നമ്മളെ ഡൊമിനോറിൽ 1 year യൂസർ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഡൊമിനോറിന് നമ്മൾ ചെറിയ രീതിക്ക് ഒരു കസ്റ്റം ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ഉണ്ടെന്ന്. സോ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഡൊമിനോറിൽ ബാക്ക് ഗ്രാബ് റെയിൽ, ഈ ഗ്രാബ് റെയിൽ മാറ്റി നമ്മൾ ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിൽ ഉണ്ടല്ലോ, പഴയ മോഡൽ ഡിസ്കവറിൻ്റെ ഒക്കെ ഗ്രാബ് റെയിൽ കുറച്ച് ഹൈറ്റ് ഉള്ള, അപ്പോൾ അത് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ചെയ്യണം. എനിക്കത് എത്രത്തോളം കംഫർട്ട് തരുമെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. അത് ഇതിൽ സ്യൂട്ട് ആവുമെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ അത് എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളത് എടുക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഈ വണ്ടികളൊക്കെ പൊളിക്കണം, അതായത് സ്ക്രാപ്പ് ചെയ്യണ ഒരു സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ കുറച്ച് അടുത്തൊക്കെ തന്നെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ. സോ നമ്മൾ അങ്ങോട്ടാണ് പോണത് കേട്ടോ. കാരണം ഷോറൂമിലൊന്നും ആ ഒരു സാധനം കിട്ടാനായിട്ടില്ല. ഞാൻ ബജാജിൻ്റെ ഷോറൂമിലൊക്കെ അന്വേഷിച്ചു, ഒരിടത്തും അങ്ങനൊരു സാധനം കിട്ടാനായിട്ടില്ല കേട്ടോ. സോ അതുകൊണ്ട് നമ്മൾ സ്ക്രാപ്പ് ചെയ്യാനടുത്ത് പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡൊമിനോർ നമ്മൾ ഇനി ചെറിയ രീതിയിൽ കസ്റ്റം ചെയ്യാനായിട്ടൊക്കെ പോകാനായിട്ടാ. ചെറിയ രീതിക്കല്ല, കുറച്ച്, അതായത് നമ്മളെ ഫണ്ടിനനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്യാനായിട്ട് പോവുകയാണ്. എത്രത്തോളം സക്സസ് ആകുമ്പോൾ നമുക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോണ ഗ്രാബ് റെയിലാണ് കേട്ടോ, നമ്മുടെ ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിലാണ്. പിന്നെ അത് എടുത്ത് എന്തായാലും അത് പെയിൻ്റൊക്കെ പോയത് സ്ക്രാപ്പ് ചെയ്യുന്നിടത്തുനിന്ന് ആ ഒരു അങ്ങനത്തെ സാധനം കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതെടുത്ത് അത് പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് മാറ്റ് ഫിനിഷ് ബ്ലാക്ക് പെയിൻറ്റ് വാങ്ങിച്ചടിച്ച് പെയിൻ്റ് അടിച്ചെടുക്കണം. നമുക്ക് എന്തായാലും മെയിൻ റോഡിലോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളങ്ങനെ റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ പോയി ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെല്ലുമൂട് വണ്ടികളൊക്കെ സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു കടയുണ്ട് കേട്ടോ. അതായത് ബൈക്ക് മാത്രമല്ല, കാറും ബസ്സും ഒക്കെ സ്ക്രാപ്പ് ചെയ്ത് ഈ പോലീസ് പിടിച്ച വണ്ടിക്ക് ലേലത്തിന് വിളിച്ചെടുത്ത് സ്ക്രാപ്പ് ചെയ്ത് വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ നമ്മുടെ മുന്നേ വരുന്ന പൾസറിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രാബ് റെയിൽ അവിടെ നിന്നാണ് എടുത്തത് കേട്ടോ. നമ്മളിപ്പം ഷോറൂമിൽ പുതിയത് വാങ്ങണമെങ്കിൽ അതൊരു 600-700 രൂപയ്ക്കകത്തേ വരുള്ളൂ. പക്ഷേ ഇതിപ്പം എത്ര രൂപ കിട്ടുമെന്ന് അറിയാൻ പാടില്ല, കാരണം ഇതിനവർ റേറ്റ് വാങ്ങും. കാരണം ഇതൊക്കെ എടുക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. ഇതുപോലുള്ള കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല, കാരണം വരുമ്പം തന്നെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകും. NSനും ഇപ്പോൾ ഏത് വണ്ടിക്കായാലും ആ ഒരു സംഭവം കുറച്ച് ലുക്കാണ് കേട്ടോ. അപ്പം വരണത് പെട്ടെന്ന് തന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഷോറൂമിൽ ഈ ഒരു സാധനം അവൈലബിൾ അല്ലാത്തത്. ഇപ്പം നമ്മൾ അതെടുത്താലും എന്തായാലും നമുക്കൊരു മാറ്റ് പെയിൻറ്റ് വാങ്ങിച്ച് അത് പെയിൻറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് അത് എടുക്കാനായിട്ട്, അതായത് വണ്ടിയിൽ വയ്ക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ചേട്ടാ സ്റ്റാൻഡ് എടുക്കണം, സ്റ്റാൻഡ്. പുള്ളിക്കാരൻ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കത് എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ വയ്ക്കുമ്പോൾ എന്തായാലും ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് പെയിൻറ്റ് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു എമൗണ്ട് ഒന്നുമില്ല. ഒരു സ്പ്രേ പെയിൻറ്റിന് ഒരു 200 രൂപ വരും. ഈ സാധനം എന്തായാലും ഒരു 300-350 രൂപയ്ക്ക് അത് കിട്ടുമായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ എല്ലാം കൂടെ ഒരു 500, 550, 450 ആ ഒരു റേഞ്ചിനാണ് നിൽക്കും കേട്ടോ. എത്ര രൂപ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കിനി അവിടെ പോയി അവരെത്ര തരുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഒരു ഉദ്ദേശം എല്ലാം കൂടെ ഒരു 550. എന്തായാലും പുതിയതിൻ്റെ റേറ്റ് ആവും. പുതിയതാണെങ്കിൽ നമുക്കൊന്നും അറിയേണ്ട, വാങ്ങിച്ച് കട്ട് ചെയ്തങ്ങ് വെച്ചാൽ മതി. കട്ട് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ അറ്റത്ത് ചെറിയൊരു, അതായത് തള്ളി നിൽക്കും, അത് നമുക്ക് കട്ട് ചെയ്യണം. അത് വച്ചിരുന്നാൽ നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂല കേട്ടോ. സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂലെന്ന് വെച്ചാൽ തട്ടും. നമ്മുടെ ബാക്ക് ടെയിൽ ചെടിയുടെ അവിടെ, ടെയിലല്ല, നമ്മുടെ സീറ്റ് കവറിൻ്റെ അവിടെ അത് തട്ടി ഒരയും. അപ്പം അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വയ്ക്കാൻ പോകണം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ നമ്മുടെ 2-3 ഡൊമിനോറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിലെൻ്റെ അമ്മയും കൂടി ഇരിക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്കും അത് വെച്ചിട്ട് കംഫർട്ട് ഉണ്ടോ നോക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ട് അഴിച്ച് മാറ്റേണ്ടി വരും കേട്ടോ. ഏതായാലും ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് ഷോപ്പ്. എന്തായാലും നമുക്ക് ഷോപ്പിലോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. കുറച്ച് അപ്പുറത്ത് തന്നെയാണ് ഷോപ്പ്. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വീടാണ്, വീട്ടിലിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങോട്ടൊക്കെയാണ് കാറിൻ്റെ ഇതൊക്കെ പറഞ്ഞത്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് മൊത്തം പൊളിക്കാനുള്ള വണ്ടികളാണ് കേട്ടോ. ഇതൊക്കെ വണ്ടികൾ പൊളിച്ചതിൻ്റെ പാർട്സാണ്. കമല ട്രഡേഴ്സ്, ഇതാണ് കമ്പനിയുടെ പേര് കേട്ടോ. ചേട്ടാ ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിലുണ്ടോ? ഓ ചേട്ടാ ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിലുണ്ടോ? ഇല്ലേ. ഫാഷൻ പ്ലസിൻ്റെ ഇതുണ്ടോ? ഈ ചേസിൻ്റെ ബാക്കിൽ വരുമല്ലോ, ഏത്? ഓ ഒരു വീഡിയോ എടുത്തോട്ടോ, കുഴപ്പമില്ല. ഗസ്റ്റ് ഈ സൈഡൊക്കെ ഇവിടെ ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റിനർ ടാങ്ക് ഉണ്ട്, യൂണിക്കോണിൻ്റെ ടാങ്ക് ഉണ്ട്. NSൻ്റെ ടാങ്ക് അവരൊക്കെ നടക്കുന്ന ടാങ്ക് മീൻസ് പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ.
TVSൻ്റെ ടാങ്കുണ്ട്. ഇതൊക്കെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പൊളിച്ച്, അതായത് ഇതൊക്കെ ഫ്രണ്ട് ആക്സിഡൻ്റ് ആയതുകൊണ്ടാണ്. ബാക്കിലത്തെ പാർട്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊരിയെടുക്കാം കേട്ടോ. ഇവിടെ പറഞ്ഞാൽ ഇവർ ഊരിയെടുത്ത് തരും, ഏത് പാർട്സ് വേണമെന്ന് വെച്ചാൽ ഊരിയെടുത്ത് തരും കേട്ടോ. ഇതൊരു ഹങ്കൊക്കെ ഇത് പൊളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഈ ആക്സിഡൻ്റായും പേപ്പറില്ലാത്തതായിട്ട് വരുന്ന വണ്ടികളാണ്. ഇതിൻ്റെയൊക്കെ ടാങ്കൊക്കെ എനിക്ക് തോന്നുന്നു ആരെങ്കിലും വന്ന് ഊരിക്കൊണ്ട് പോയി കാണും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ടാങ്ക് ആവശ്യമുള്ള ആൾക്കാർ കാണുമല്ലോ, അവരൊക്കെ വന്ന് ടാങ്ക് ഇവിടെ വന്ന് പറഞ്ഞ് അവർ ടാങ്ക് എടുക്കും കേട്ടോ. അവർ ഊരി കൊടുക്കും. ഇതിൽ എന്തൊക്കെ പാർട്സ് വേണോ അതൊക്കെ അവർ ഊരി കൊടുക്കും, വയറിങ് കിറ്റായാലും എന്തായാലും. ഞാൻ മുന്നേ ഇവിടെ നമ്മളെ പൾസറിന് വേണ്ടി കുറച്ച് എക്സസൈസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ വണ്ടികൾ പൊളിച്ച പാർട്സാണ്. ഹേ ബോയ് കണ്ടോ, നമ്മുടെ 180 സൈലൻസർ, 150 സൈലൻസർ, ഫ്രണ്ട് സസ്പെൻഷനും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു ഡിസ്കവർ 125 പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെയും ബാക്ക് ഗ്രാബ് റെയിലില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഗ്രാബ് റെയിലൊക്കെ ഇത് വരുമ്പോൾ തന്നെ ആൾക്കാർ എടുത്തുകൊണ്ടോ, അതായത് വരുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ച് പറയും വന്നിട്ടുണ്ടെന്ന്, എങ്കിൽ അവർ വന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് എടുത്തുകൊണ്ടോ വാങ്ങാം കേട്ടോ. ഇവിടെയൊക്കെ കണ്ട ഇതൊക്കെ പൊളിക്കാനുള്ള വണ്ടികളാണ്. അതായത് ഇതിനൊന്നും പേപ്പറില്ല ഈ വണ്ടികൾക്കൊന്നും. ഇതൊക്കെ ഈ ആൽഫയും ഈ വിഗോയും RX ഒരു സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്. ഇതൊക്കെ പൊളിച്ച് പാർട്സ് എടുക്കാനുള്ള വണ്ടികളാണ് കേട്ടോ. മൊത്തം പാർട്സിനായിട്ടുള്ള വണ്ടികളാണ്, സ്ക്രാപ്പിനുള്ള വണ്ടികളാണ് മൊത്തം. ഇതാ നല്ല ടയറൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടയറൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. കൊള്ളാം. നമ്മളെന്തായാലും നമുക്ക് വിചാരിച്ച സാധനം കിട്ടിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഈ RX ഒക്കെ സ്ക്രാപ്പായിരിക്കും, നമുക്ക് ചോദിച്ചു നോക്കാം. ഗൈസ് ഇവിടെ ഉള്ളതിൽ നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിരിക്കാം. നമുക്ക് എന്തായാലും ഇറങ്ങാം കേട്ടോ. ഒരു പണ്ടത്തെ ചേതൊക്കെ ഇതായിരിപ്പുണ്ട്, ഇതിൻ്റെയും സ്ക്രാപ്പ് അവർ കൊടുക്കും കേട്ടോ. നമുക്ക് എന്തായാലും അപ്പുറത്ത് കാറിൻ്റെ പാർട്സൊക്കെ വിൽക്കുന്നിടത്തും കൂടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എന്തായാലും നമ്മളൊരു വീഡിയോ കേട്ട് ഇറങ്ങിയില്ലേ, വന്ന കാര്യം നടന്നില്ല, അപ്പോൾ ഇതെങ്കിലും നടക്കട്ടില്ലേ. ജസ്റ്റ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഗ്രാബ് റെയിൽ ഇല്ലെന്നാണ് കേട്ടോ. അതായത് വന്ന ഉടൻ തന്നെ അത് പോവും, അവരുടെ കയ്യിൽ നിന്ന് വന്ന ഉടൻ തന്നെ അത് പോവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയാം ഈ സാധനം വന്ന ഉടൻ തന്നെ പോകും കേട്ടോ. ഞാൻ മുന്നേ നമ്മുടെ പൾസറിൽ വയ്ക്കാനും നേരത്തെ, അതായത് പ്രീ ഓർഡർ ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർ വിളിച്ച് പറഞ്ഞായിരുന്നു ചെയ്ത കേട്ടോ സാധനം വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ഉള്ളപ്പം ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഇപ്പോൾ നമ്മളിനി അടുത്ത് പോകണമെന്ന് വെച്ചാൽ വേറൊരു സ്ക്രാപ്പ്, അതായത് വണ്ടികളൊക്കെ പൊളിക്കുന്ന ഒരു സ്ഥലത്തോടാണ് കേട്ടോ. ഇത് രണ്ടും ഒരേ ലൊക്കേഷനാണ്. ഇത് വേറെ ലൊക്കേഷൻ, അത് വേറെ ലൊക്കേഷൻ, പക്ഷേ രണ്ടും ഒരേ ലൊക്കാലിറ്റിയാണ് കേട്ടോ. നമ്മളിനി എന്തായാലും അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ കാറിൻ്റെ വീഡിയോസ്, അതായത് കാറും ഓട്ടോയും ലോറിയൊക്കെ പൊളിക്കുന്നതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത് പുള്ളിക്കാരൻ പറഞ്ഞാൽ എടുക്കണ്ട, അത് അവർക്ക് ചെറിയൊരു പ്രശ്നമാവും, അങ്ങനെ അത് എടുക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഇപ്പം അതിൻ്റെ ഓണർക്ക് നമ്മളത് എടുക്കണ താല്പര്യമില്ല, അതായത് താല്പര്യമില്ലാത്തല്ല, പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, അങ്ങനെ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ടാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല ബ്രോ, എനിക്ക് പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു ബ്രോ അല്ല, ഒരു മാമനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നമ്മുടെ അടുത്തൊരു ലൊക്കേഷനിലോട്ടാണ് പോകണം. അവിടെയും കാണാനായിട്ട് ചാൻസ് കുറവാണ്. ഇല്ലെങ്കിൽ നമ്മളിനി സിറ്റിയിലോട്ടൊക്കെ പോകണം കേട്ടോ. സിറ്റിയിൽ പോയാലും അവിടെ ഉറപ്പില്ല, നമുക്ക് എന്തായാലും ഇറങ്ങിയതല്ലേ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സിറ്റിയിലോട്ടാണെങ്കിൽ ഞാൻ വേറൊരു ദിവസം, അതായത് സിറ്റി പോണ ദിവസമായിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എന്തായാലും വണ്ടികൾ സ്ക്രാപ്പ് ചെയ്ത് അതിൻ്റെ പാർട്സൊക്കെ ആവശ്യമുള്ളവർ വേണമെങ്കിൽ നോക്കി വെച്ചേക്കാം കേട്ടോ. കാരണം ഞാൻ നമ്പർ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ വേണമെങ്കിൽ വിളിക്കുക. നമ്പരും പേരും കൊടുത്തിരിക്കാം കേട്ടോ. സോ എന്തായാലും നമുക്ക് അടുത്ത ഷോപ്പിലോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് പോവാം. ജസ്റ്റ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിലും നോക്കിയാൽ തന്നെ കാണാം ഒത്തിരി സ്പെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബസ്സൊക്കെ പൊളിക്കും കേട്ടോ. അതിൻ്റെ ഒരു ബാക്ക് ബോഡിയാണ് ഇതായിരിക്കണം, ബാക്ക് പാനൽ. ഒരു ഞാനുണ്ട്, പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ വണ്ടി പൊളിച്ചോ. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഗൈസ് ഇവിടെയും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പൊളിക്കാനുള്ള വണ്ടികളാണ്. ഈ സെന്നും പൾസർ ഇരിപ്പുണ്ട്, മഹേന്ദ്ര സെൻഡ്യൂറോ, പൾസറൊക്കെ ഈ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ പൊളിച്ച പാർട്സുകളാണ് വണ്ടിയുടെ. ഇവിടെയും ഇല്ല കേട്ടോ ഗ്രാബ് റെയിൽ. ഞാൻ പറഞ്ഞില്ലേ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്. സെന്നൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ആവശ്യമുള്ള എന്തെങ്കിലും, അതായത് AC മോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ലിബറോ ഇതായിരിപ്പുണ്ട്, പിന്നെ പൾസറിൻ്റെ ഒരു ടാങ്ക് ഇതായിരിപ്പുണ്ട് കേട്ടോ.
അതായത് ഫുൾ ടാങ്കോടെയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ഹങ്കിൻ്റെ ടാങ്ക് 2-3 ഇരിപ്പുണ്ട് കേട്ടോ. ടാങ്ക് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ, തുരുമ്പെല്ലാം ഉണ്ടാകും. തുരുമ്പില്ലാത്തായിരിക്കും ഒരു എടുത്ത് വെച്ചിട്ടുള്ളത്. NS5 ഒരു ടാങ്ക് തുരുപ്പുണ്ട്. പിന്നെ അലോയ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ അലോയ്ക്ക് എങ്ങനെ റേറ്റ് പറഞ്ഞാൽ? ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. വരാം, ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ അതാ പൾസറിൻ്റെ ഒരു ടാങ്ക് ഇരിപ്പുണ്ട് കേട്ടോ. പൾസറിൻ്റെ ടാങ്കൊക്കെ ഫുള്ള് പോയതാണ്. പൾസറിൻ്റെ പാർട്സൊക്കെ ഇരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. കേട്ടോ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെയും നമ്മൾ ചോദിച്ചു പോയ ബാക്ക് ഗ്രാബ് റെയിലില്ല കേട്ടോ. അവർ വേറൊരു പൾസറിൻ്റെ ഗ്രാബ് റെയിലെടുത്ത് കാണിച്ചിരുന്നു, പക്ഷേ അതെനിക്ക് വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിൽ അവിടെ ഇല്ല കേട്ടോ. അപ്പം സിറ്റിയിലോട്ടൊന്ന് ഇറങ്ങിയാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് സിറ്റിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചെയ്യാം കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇതിൽ കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഈ സ്ക്രാപ്പ് ചെയ്യണം, വണ്ടികളൊക്കെ സ്ക്രാപ്പ് ചെയ്യണ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പോയി ഒരു ചെറിയൊരു വീഡിയോ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവർ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.